അതുമല്ല, സഫീദാന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇജ്ജ് ഈ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വിളിച്ചിട്ട് നിങ്ങളെ കാര്യം ഒന്ന് പരിഹരിക്കുന്നു പറഞ്ഞു വിളിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇജ്ജും വാപ്പിയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലേ. സറഫുദ്ദീൻ ഈ കുടുംബത്തിൽ എല്ലാവർക്കും വിളിച്ചിനു, ഇമ്മാന്റെ കുടുംബത്തിൽ വിളിച്ചിനു, ഇപ്പാന്റെ കുടുംബത്തിൽ വിളിച്ചിനു. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഓലൊക്കെ വന്നത്. ഒന്നില്ലേ നിങ്ങൾ വന്നോ? ഇജ്ജ് ആർക്കെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പരിഹരിക്കണം പറഞ്ഞു. അപ്പൊ അനക്കും വാപ്പാക്കും അതിന് താല്പര്യം ഉണ്ടായില്ല. ഓള് പോണ മാതിരി പോട്ടെ എന്നുള്ളതുകൊണ്ടല്ലേനു. അല്ലെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം കണ്ടിനു. കാരണം ഞാൻ ആ പറഞ്ഞ സമയത്ത് സഫീദ് കേട്ടിക്കണമെങ്കിൽ ഒരു മനുഷ്യനും അറിയാതെ ആ കാര്യം കഴിഞ്ഞു നോക്ക് നല്ല നിലക്ക് ജീവിച്ചതിന്. ഇന്ന് ഈ കുട്ടികളെന്താ പറയണേ, ഇജ്ജ് ആ കുട്ടികൾക്ക് നാളെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു നോക്കും, ഞങ്ങളമ്മ എന്താ ചെയ്തിരുന്നത്, ആ കുട്ടികളെനിക്ക് പറഞ്ഞുതരും. ഇജ്ജ് അഞ്ജനായോണ്ട് എനിക്ക് എന്നോട് പറയാൻ പറ്റൂല. അത്തരം മൂന്ന് കുട്ടികൾ ഓളെ കുറിച്ച് അങ്ങനെ പറയണ്ടേ ചിന്തിച്ചണം സിറാജെ. ഒന്നോ രണ്ടോ ദിവസം പോയ കാര്യമല്ലേ ഈ പറയുന്നത്. ഞാൻ ആ പറഞ്ഞ അന്ന് മുതൽ സഫീദ വൈബ് അയച്ചിട്ടാ പോയിട്ടുള്ളത്. അപ്പോ എന്നിട്ട് പിന്നെ അതിന് പരിഹാരം ഒന്നും കാണാതായപ്പോ മറ്റും കുട്ടികളെ കൊണ്ടേതാണ് നിങ്ങളൊക്കെ വലിയ പ്രശ്നം. ഞാനത് പ്രശ്നമായി കാണുന്നല്ല. എന്നെ സംബന്ധിച്ച് ആ കുട്ടികൾ നല്ല രീതിയിലെത്തി. കാരണം കഞ്ചാവും മറ്റേ MDM ഒക്കെ വലിച്ചു വരുന്നവന് എന്ത് കുട്ടികള്. നാളെ കുട്ടികളെന്തെങ്കിലും കാട്ടിയാലോ? അന്റെ കുട്ടികളെ അങ്ങനെ ഇട്ട് പോകുമോ? ഓനോന്റെ കുട്ടികളാണ് വലുത്, ഓന്റെ പെണ്ണുങ്ങളിലേറെ. കാരണം ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടാത്ത കുട്ടികൾ ഓന് വേണം. ഐറ്റിയെങ്കിലും നല്ലവർക്ക് ജീവിച്ചാട്ടെ. ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോ? 2023 ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ട് ദുബായിൽ വരുന്ന സമയത്ത് എൻ്റെ എക്സ് വൈഫിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അവരെ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ടുള്ളൊരു വോയിസാണ്. ഈ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? എൻ്റെ എക്സ് വൈഫിൻ്റെ എൻ്റെ 3 മക്കളെ ഫോട്ടോ എനിക്ക് വാട്സപ്പിലാണ് അയക്കാറുള്ളത്. ഒരു വ്യക്തി, നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഒരു വ്യക്തി പെട്ടെന്ന് സഡൻലി വാട്സപ്പ് ഡിലീറ്റ് ആക്കിയിട്ട് ടെലഗ്രാമിലാണ് എനിക്ക് ഈ ഫോട്ടോസുകൾ, എൻ്റെ മക്കളെ ഫോട്ടോസുകൾ അയച്ചു തരും. അപ്പോൾ ഈ വാട്സപ്പ് ഡിലീറ്റ് ആക്കാനുള്ള ഒരു മെയിൻ റീസൺ എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, കാക്കുപ്പച്ചി എന്ന ആൾ വീട്ടിൽ വരുമ്പോൾ ഉമ്മച്ചിൻ്റെ ഫോൺ ചെക്ക് ചെയ്യും, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ആക്കണ്ട എന്നുള്ളൊരു ഓർഡറാണ് ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. അവർക്ക് ഏറ്റവും മെയിനായിട്ട് സെക്യൂർ ആക്കണം അവരെ ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ഒരു എക്സ് വൈഫ് അവളെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവൻ്റെ വൈഫ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇവളെ മെസ്സേജ് കണ്ടിട്ട് അവൻ്റെ വൈഫ്, അതായത് എൻ്റെ സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളും ഇവളും തമ്മിൽ ഇങ്ങനൊരു ബന്ധം ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് ചോദിച്ചതിനാണ് 7-8 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്ററെ ചുറ്റിയ കൊണ്ട് തലക്കടിച്ചിട്ടുള്ളത്. കള്ളങ്ങളെ മറച്ചു വെച്ചോ, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ കള്ളങ്ങളെ മറച്ചു വെച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇതിനെ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായോ? ഇപ്പം ഈ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടു. അപ്പം ടെലഗ്രാമിൽ എനിക്കൊരു കുറേ എൻ്റെ മക്കളെ ഫോട്ടോസ് അയച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ 2023 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഈ വൈഫ് അയച്ച മക്കളുടെ ഫോട്ടോസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ കൂടിയും വരികയാണ്. ഇത് വായിച്ചു നോക്കൂ. അത് നമ്മൾ ഒരു സ്നേഹിക്കുന്നൊരു വ്യക്തിനെ നമ്മൾ ദാഹം കുടിച്ചു തീർക്കുന്നില്ലാണ് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ. മനസ്സിലായോ? അപ്പം ആ ഒരു ഫോട്ടോ കണ്ടപ്പം എനിക്ക് ഷോക്കായിട്ടില്ല. കാരണം ഓൾറെഡി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വേറെ റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് സുഖമാണോ, സുഖമല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, നാട്ടിൽ വാ, അങ്ങനെ ഒരു നമുക്കൊരു ഒരു ഒരു ഫീലിങ്സ് ഇല്ല ആളായിട്ട്. പിന്നെ ഞാൻ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇതിനെ മറക്കാൻ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വഴികൾ എനിക്ക് തേടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട്. മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ
ബാക്ക് ടു നോർമലിലോട്ട് വന്നത് ഈ ഒരു ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെ ഞാൻ പോയിട്ടുണ്ടാകുന്നത്. അപ്പം ഈ ഒരു വ്യക്തിനെയാണ് ആൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാരണം, ഇനിയിപ്പം 24 കേസിലെ പ്രതിയാണ് ഇവൾ ഈ പറയപ്പെടുന്ന ഈ ജംഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തി. 24 കേസിലെ പ്രതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവളും എൻ്റെ മക്കളും അവൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ആ ഒരു വ്യക്തിക്ക് ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കാൻ വരെ അരയിൽ കത്തി വേണം. എവിടെയെങ്കിലും എൻ്റെ മക്കളെയും കൂട്ടി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇവൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഇവൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെമ്മാടിത്തരം കാരണം അതിനോടുള്ള പ്രതികാരം കാരണം എൻ്റെ ഭാര്യ മക്കളും ആ വണ്ടിയിലോ ഇല്ലെങ്കിൽ വേറെ വല്ലവരും ഇവനോട് വൈരാഗ്യമുള്ള ആളുകൾ ആരെങ്കിലും ഇവൻ്റെ ഭാര്യ മക്കളും ഇതാണ് എന്ന് കരുതിയിട്ട് എൻ്റെ മക്കളെ ഉപദ്രവിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ 2 മക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ അവൾക്ക് വേറൊരു വഴിയില്ല. പുറത്ത് വേറൊരു വാടക വീട് എടുക്കാനോ ഇല്ലെങ്കിൽ വേറൊരാളെ കൂടെ പോകാനോ വഴിയില്ല. ഈ 3 മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇന്ന് ഈ 1.5 വർഷം അവളെ വീട്ടിൽ നിൽക്കില്ല. അവൾ ഓൾറെഡി ഇവൻ്റെ വാക്കും കേട്ട് വീട് വിട്ട് പോയ ആളാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ 2 മക്കളെ ഞാൻ എടുത്തു കൊണ്ടുവരാനുള്ള കാരണം. ഈ ചെറിയ കുഞ്ഞിന് ഉണ്ടായതുകൊണ്ട് ഇവൾക്ക് ഒരു ഡിപ്പെൻഡ് ആവശ്യമുണ്ട്, വീട്ടുകാരെ ഡിപ്പെൻഡ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചെറിയ കൊച്ചിനെ മാത്രം ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ റിവെഞ്ചായിട്ട് പറയല്ല, അവനെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അതിനി ഏതറ്റാണ് ഞാൻ പോവേണ്ടി വരിക എന്ന് വെച്ചാൽ ഞാൻ പോവും. ബിക്കോസ് അത് എൻ്റെ മോനാണ്. ഞാൻ കൊണ്ടുവരും. ഞാൻ ഈ 2 കുട്ടികളെ കൊണ്ടുവരാനുള്ള കാരണം അവർ സേഫ് അല്ല. സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 24 കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി, 24 കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിൻ്റെ കൂടെ എൻ്റെ മക്കളും അവളും പാടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് നാളെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ നാളെ എൻ്റെ മോന് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മോള് സ്കൂളിൽ പോകുമ്പം അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചുറ്റുവട്ടത്ത് വീടൊന്നുമില്ല, ചോദിച്ചു നോക്കിയാൽ മതി. പൂക്കോട്ടുംപാടത്താണ് താമസിക്കുന്നത്, ഒരു ഓടിട്ട വീട്, ചുറ്റുവട്ടത്തെ ആളുകളില്ല. ഈ വീട്ടിൽ വന്നിട്ട് ഈ മക്കളെ ഉപദ്രവിക്കുക, ഈ വൈഫിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ കാണും ചിലപ്പോൾ എന്ത്, ഏതോ 5 വയസ്സുകാരിയായി 4 വയസ്സായിട്ടുള്ള കുട്ടീനെ പിച്ച് ചീന്തി, ഇല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടീനെ പിച്ച് ചീന്തി, ഇല്ലെങ്കിൽ 1 വയസ്സായിട്ടുള്ള കുട്ടീനെ അടിച്ചു കൊന്നു, ഭാര്യനെ കെട്ടി തൂക്കി, ഒരു പെണ്ണിനെ കെട്ടി തൂക്കി. നിങ്ങൾ കാണൂലേ? ഞാൻ ചെയ്തതിൽ എവിടെ തെറ്റുള്ളത്? റീൽസിലുള്ള വീഡിയോസ് വളരെ വ്യക്തമായിട്ട് 4 വർഷം 3 വർഷം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസുകളാണ്. അതെടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ കിടന്നവരാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് വീഡിയോ ഇട്ടുകൊണ്ട് 8 വർഷം മുന്നേയാണ് ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞത്. ഈ ചാറ്റിങ് നിനക്ക് ആവശ്യമില്ല, നീ നിർത്തിക്കോ, നീ നിൻ്റെ ജീവിതം നോക്കിയിട്ട് നടന്നോ എന്ന് ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. TTC പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കേക്ക് മേക്കിംഗ് പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫാഷൻ ഡിസൈൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. നേഴ്സിംഗ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവസാനം തള്ളി പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നേഴ്സിംഗ് പഠിച്ചത്. പക്ഷേ ഈ നേഴ്സിംഗ് പഠിക്കുമ്പോഴൊക്കെ ഇവൾക്കും അവനൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് വരും എന്ന് മുൻകാഴ്ച എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിനും പോയിട്ടില്ല. ഉണ്ടായത് എനിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു വ്യക്തിനെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ പ്രേമിച്ച്, കുറേ ഓൺലൈനിൽ കൂടെ പ്രേമിച്ച്, കുറേ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഞാനൊരു റിലേഷൻഷിപ്പ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടിയപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല.
ഇപ്പോൾ പറയുന്നത് ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഞാൻ വേറെ കല്യാണം കഴിച്ചു, 2 വർഷം പ്രണയത്തിലാണ്, അതുകൊണ്ടാണ് കുട്ടീനെ കൊണ്ടുപോയതെന്നുള്ളത്. ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു 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 എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? എൻ്റെ എക്സ് വൈഫിനോടാണ് ഞാൻ പറയുന്നത്, ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? നീ തന്നെ അപ്പുറത്ത് 2 ഫോണുണ്ടല്ലോ, ഒരു ഫോണിൽ നീ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കി നിനക്കെന്നെ ചാറ്റ് ചെയ്തൂടെ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിനക്ക് അടിച്ചിറക്കിക്കൂടെ? അപ്പം ഈ 24 കേസിലെ പ്രതിൻ്റെ കൂടെയാണ് ജീവിതം എന്നറിഞ്ഞപ്പം ഞാൻ എൻ്റെ 2 മക്കളെ എടുത്തു കൊണ്ടുവന്ന്. 3 മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നാലും ഇതുപോലത്തെ വീഡിയോസ് അവൾ പോസ്റ്റ് ചെയ്യും. കാരണം ഇത് ഇവളെ നാക്കുന്നത് തന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇവൾ എവിഡൻസ് എടുത്തു വെക്കുകയാണ്. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഞാനിത് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ സമൂഹത്തിൽ നാണം കെടുത്താം എന്നുള്ളത്, എന്നെ സമൂഹത്തിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണിത്. ഏതെങ്കിലും ഇന്ത്യ എന്ന ഈ 120 എത്ര കോടി ജനങ്ങളതിൽ ആദ്യമായിട്ട് പാസ്പോർട്ട് കത്തിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതെൻ്റെ എക്സ് വൈഫാണ്. ഇതാണ് ആ പാസ്പോർട്ട് കത്തിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? ഗൾഫിലോട്ട് വരാതിരിക്കാൻ എൻ്റെ അടുത്ത് അവിഹിതം കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് അവിഹിതം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ അടുത്തൊരു റിലേഷൻഷിപ്പ്, എൻ്റെ കൂടെ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കണം? ഇത് അവൾ കത്തിച്ചിട്ടുള്ള പാസ്പോർട്ടാണിത്. 3 പ്രാവശ്യം ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തു. ഈ 3 പ്രാവശ്യം അവൾ കാണിച്ചിട്ടുള്ളത് അവൾക്ക് ടൂർ പോകാനും അവൾക്ക് അവളെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് എടുത്തയച്ചിട്ടുള്ളത്. 8 മാസം എനിക്ക് എൻ്റെ മക്കളെ കാണിച്ചു തന്നിട്ടില്ല. അത് ഞാൻ ചെലവിന് കൊടുക്കായിട്ടല്ല, കാമുകൻ്റെ ഓർഡറാണ് എന്ത് മക്കളെ കാണിച്ചു കൊടുക്കേണ്ടതാണുള്ളത്. 11 മാസം എൻ്റെ വീട്ടിലോട്ട് മക്കളെ വിട്ടിട്ടില്ല. എൻ്റെ മക്കൾ എൻ്റെ വീട്ടുകാരെ നോക്കാഞ്ഞിട്ടല്ല. എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഈ കൊച്ചുങ്ങളെ വിട്ടാൽ മക്കൾ പറയും. ഒരു കല്യാണത്തിന് പോയപ്പം, എൻ്റെ ഫാമിലിയിലുള്ളൊരു കല്യാണത്തിന് പോയപ്പം എൻ്റെ ചെറിയ എൻ്റെ മോള് പറയാണ്, എൻ്റെ ഉമ്മാനോട് പറയാണ്, ഇമ്മമ്മ ഞങ്ങൾ ഇന്നലെ മൈസൂർക്ക് ടൂറ് പോയി. എന്നോട് എൻ്റെ ഉമ്മാനോട് പറയാം. എൻ്റെ ഉമ്മ വന്നിട്ട് അത് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അത് സാറില്ല, പൊയ്ക്കോട്ടെ. കാരണം എന്താ? കിണറ്റിൽ കിടക്കണ അല്ലെങ്കിൽ കുളത്ത് കിടക്കണ ഒരു മീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം ക്ഷമിച്ച് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മണ്ടി ചെന്നിട്ട് ആ മീനട് കൊത്തി കടയിൽ കയറൂല. അത്രയും ഞാൻ ചെയ്തോളൂ. ക്ഷമിച്ചിരിക്കുക. കാരണം വിത്ത് എവിഡൻസ് ഇല്ലാണ്ട് ഇവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവളെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലാണ് ഇവളെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ ഒരു വിഷയങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ എൻ്റെ കൂടെ ഊട്ടി പോകുന്നതാണ് ഈ പറഞ്ഞ പെണ്ണ്. എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, കാണിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ. എൻ്റെ കൂടെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജ്യൂസ് കുടിക്കാനും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നതാണ്. ഞാൻ അവളെയും കൂട്ടിയിട്ട് ജ്വല്ലറി പോവാണ്, അവൾക്ക് ഗോൾഡ് മേടിക്കാനൊക്കെ. എങ്ങനെയും ജീവിച്ച് പൊയ്ക്കോട്ടെ. തെളിവുകൾ കിട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. പക്ഷെ 6ാമത്തെ ദിവസമാണ് വീണ്ടും ഇവളെ ഭ്രാന്ത് തുടങ്ങുന്നത്.